പരിശുദ്ധൻ. ഞാൻ പറയും, പരിമള തിരുമേനി ദൈവത്തെ തോൽപ്പിച്ച ആളാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? എന്തോ മണ്ടൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയും, ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും. വീട്ടിൽ പോയി മലാഖി പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കണം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാനാകുമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഏതിൽ എന്നെ തോൽപ്പിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. തന്റെ ജീവിതം മുഴുവൻ ദശാംശമായും വഴിപാടായും സമർപ്പിച്ച് ദൈവത്തെ തോൽപ്പിച്ചവനാണ് പരിശുദ്ധ പരിമള തിരുമേനി. അതുകൊണ്ടാണ് അബ്രഹാമിനോട് യഹോവ ദൈവം പറഞ്ഞ പോലെ, അബ്രഹാമേ നീ എനിക്കൊരു അനുഗ്രഹമായിരിക്കും എന്നതുപോലെ നമുക്കിന്ന് പറയാം, മലങ്കര സഭയെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കാരണം നിന്നിൽ ദൈവത്തെ തോൽപ്പിച്ച ഒരു മഹാരഥന്റെ ജന്മമുണ്ട്. അതാണ് പരിശുദ്ധ പരിമള തിരുമേനി. എത്രയോ സംഭവങ്ങൾ തിരുമേനിയെ പറ്റി പറയാനുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാനൊരു സംഭവം സൂചിപ്പിച്ചായിരുന്നല്ലോ. പരിമള തിരുമേനി ഓർത്തഡോക്സ് സഭയുടെ അല്ല, ക്രൈസ്തവ സമുദായത്തിന്റെ അല്ല. പരിമള തിരുമേനി നാനാജാതി മതസ്ഥരുടെ അതിരുകളില്ലാത്ത വിശുദ്ധിയുടെ പരിമളമാണ് പരിശുദ്ധനായ പരിമള തിരുമേനി എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കട്ടെ. സഭാജീവിതത്തിൽ ഇതുപോലുള്ള വിശുദ്ധന്മാരുടെ എഴുന്നേൽപ്പ് നമുക്കുണ്ടാവണം. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ വാക്യങ്ങളിൽ വെച്ച ഒരു കാര്യം പ്രത്യേകമായി പ്രതിപാദിക്കുകയാണ്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. പരിമള തിരുമേനി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പരിമള തിരുമേനിയുടെ പ്രാർത്ഥന മധ്യസ്ഥ ദൈവം കേൾക്കുന്നതുകൊണ്ട് പരിമള കബറിങ്കലേക്ക് ഒരുപാട് പേർ ഓടിയെത്തുന്നു, അദ്ദേഹത്തിൽ മധ്യസ്ഥ പ്രാപിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സ്മരണ പുസ്തകത്തിൽ പേരെഴുതിയ ആളാണ് വിശുദ്ധനായ പരിമള തിരുമേനി. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. പരിശുദ്ധനായ പുണ്യവാൻ ഒരു നിക്ഷേപമായതുകൊണ്ട് ഇന്നും ആ കലവറയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.